CPM പ്രവർത്തകൻ മാങ്ങാട്ട് ബാലകൃഷ്ണൻ വധക്കേസ് പ്രതിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി വേണമെന്ന് CPM ജില്ലാ സെക്രട്ടറി KP സതീശചന്ദ്രൻ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 2 വർഷം മുമ്പ് തിരുവോണ ദിവസം ഉദുമയിൽ കോൺഗ്രസുകാർ കുത്തിക്കൊലപ്പെടുത്തിയ CPM പ്രവർത്തകൻ MB ബാലകൃഷ്ണന്റെ കൊലപാതകം സംബന്ധിച്ച ഗൂഢാലോചനയിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തിന് അറിവുണ്ടായിരുന്നുവെന്ന് 7ാം പ്രതി ഷിബു കൊടുവങ്ങാനം ബുധനാഴ്ച പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തി. ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ DCC പ്രസിഡന്റ് CK ശ്രീധരൻ വെളിപ്പെടുത്തലിൽ പരാമർശിച്ച മറ്റു കോൺഗ്രസ് പ്രവർത്തകർ എന്നിവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണം. ഷിബു പോലീസ് പിടിയിലായ ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ പുറത്തുവരുമെന്നും അതിനാൽ അയാളെ പിടികൂടരുതെന്നും ആഭ്യന്തരമന്ത്രിയോട് ശുപാർശ ചെയ്തതും DCC പ്രസിഡന്റാണെന്ന് ഷിബു പറഞ്ഞിട്ടുണ്ട്. ബാലകൃഷ്ണൻ വധക്കേസിലെ എല്ലാ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് CPM നേതാക്കൾ ആവശ്യപ്പെട്ടു. CPM പ്രവർത്തകൻ ബാലകൃഷ്ണൻ കൊലയപ്പെട്ട അവസരത്തിൽ എന്താണോ നാട്ടുകാരും CPM പറഞ്ഞത് അതേ കാര്യം തന്നെയാണ് ഷിബുവിടെ വെളിപ്പെടുത്തിയത്. പിടികിട്ട പുള്ളിയായിട്ടും ഇതുവരെ പോലീസിനെ കണ്ടെത്താൻ കഴിയാത്ത പോലീസും കോൺഗ്രസും ചേർന്ന് നടത്തിയ ഗൂഢാലോചനയാണ്. ഇന്നിവിടെ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ പത്രസമ്മേളനം നടത്തുന്ന വിവരം ജില്ലാ സെക്രട്ടറി എനിക്ക് വിവരം കിട്ടി. ഞാൻ പോലീസിനെ അറിയിച്ചു. ഞാൻ മനസ്സിലാക്കിയെടുത്തുന്ന അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് തൊട്ടടുത്തുള്ള പോലീസ് ഇവിടെ എത്തുന്നത്. അക്ഷരാർത്ഥത്തിൽ ഈ കാര്യം മറനീക്കി രംഗത്ത് വന്നിരിക്കുകയാണ്. അങ്ങേയറ്റം ഞെട്ടലുളവാക്കുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിൽ ഇതിനായി ഇടപെട്ട കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടൽ സമഗ്രമായി അന്വേഷിച്ച് ബാലകൃഷ്ണ വധക്കേസിലെ എല്ലാ പ്രതികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് CPIM ആവശ്യപ്പെടുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സതീഷ് ചന്ദ്രൻ, ബാലകൃഷ്ണൻ മാസ്റ്റർ, VPP മുസ്തഫ എന്നിവർ പങ്കെടുത്തു.